ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സിലാണ് കേട്ടോ, മെഹന്തി ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ബേസിക് ഹെന്ന എലമെൻറ്റ്സ് ആണ്. ഇന്നും അതിൻ്റെ ബാക്കിയായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൊടുക്കാനൊന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ എന്തെങ്കിലും സംശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ലൈൻസൊക്കെ നോക്കി തിൻ ലൈനും തിക്ക് ലൈനും സിഗ്സാഗ് ലൈനും വേവി ലൈനും അതുപോലെ തന്നെ സ്ലാൻഡിങ് ലൈനും സ്ക്വയറും ലൂപ്പും ലൈൻ ഉപയോഗിച്ചിട്ടുള്ളൊരു ഡിസൈനും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയാണ് എടുക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡോട്ട്സും ഹംസ് ആൻഡ് ഫ്രിൽസും ആണ് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ നീട്ടി വലിക്കാതെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പം ഞാൻ ബേസിക് ഹെന്ന എലമെൻറ്റ്സ് തന്നെ ഹെഡിങ് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ഡോട്ട്സ് ആണ്. ഡോട്ട്സ് ആൻഡ് ഹംസ് ഫ്രിൽസ് ഇത് മൂന്നുമാണ് ഇന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യണേ. അപ്പോൾ ഇന്ന് ഡോട്ട്സ് ആണ് ഫസ്റ്റായിട്ട് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഡോട്ട്സ് നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ പരത്തി ഒരിക്കലും വരയ്ക്കരുത്. ഇങ്ങനെ ബോർഡ് ടച്ച് ചെയ്തിട്ട് വരയ്ക്കരുത്. നമ്മൾ ഡോട്ട് വരയ്ക്കേണ്ടത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാതെ കോഡിനൊരു പ്രഷർ കൊടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഡോട്ട്സ് വരയ്ക്കേണ്ടത് കേട്ടോ. അതായത് നമ്മൾ ആ ബോർഡിൽ ടച്ച് ചെയ്യാതെ നമ്മൾ ഡോട്ട് ഇടുന്ന അവിടെ കോണ് പിടിച്ചതിന് ശേഷം പ്രഷർ കൊടുത്തിട്ട് ഈ ഒരു രീതിയിലാണ് ഡോട്ട്സ് വരയ്ക്കേണ്ടത് കേട്ടോ. നമുക്ക് പല സൈസിലും ഡോട്ട്സ് വരയ്ക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ മെഹന്തി ഇടുന്ന ടൈമിൽ എന്തായാലും ഡോട്ട്സ് വരയ്ക്കേണ്ടി വരും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ടച്ച് ചെയ്ത് ഇങ്ങനെ പരത്തിയിട്ട് വരച്ച് കൊടുക്കരുത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ വരച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇതുപോലെ പരത്തി വരച്ച് കൊടുക്കരുത്. ജസ്റ്റ് കോണ് പിടിച്ചിട്ട് പ്രഷർ കൊടുത്താൽ മാത്രം മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രഷർ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഡോട്ട്സ് ആയി കിട്ടും. പിന്നെ നമുക്കൊരു ലൈന് വരച്ചിട്ട് അതിലൊന്ന് ഡോട്ട്സ് വരച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ലൈന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ലൈന് വരച്ച് കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് സൈസിൽ ഒരു വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുകൊണ്ട് ഇത് സിമ്പിളാണ് ഈ ഡോട്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് ഹംസ് ആണ്. അപ്പോൾ ഹംസ് നമ്മൾ ഈ ഒരു മെഹന്തിയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഹംസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഒരു ലൈനാണ് വരച്ച് കൊടുക്കേണ്ടത്. ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ തിന്നായിക്കൊണ്ട് ചെറുതായിട്ട് വരച്ച് കൊടുക്കുന്ന ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് ഹംസ് എന്ന് പറയുന്നത് കേട്ടോ. മെഹന്തിയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ഒരു ഹംസിനെ എല്ലാവരും. ഇപ്പോൾ ഹെവി ആയിട്ടൊക്കെ മെഹന്തി ഇടുന്ന ടൈമിൽ ഈ ഒരു ഹംസ് എന്തായാലും നമുക്ക് നിർബന്ധമായിട്ട് വരും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഹംസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഒന്നും കൂടി കാണിക്കുക. ആദ്യം ലൈന് വരയ്ക്കുക, പിന്നെ തിന്നായിക്കൊണ്ട് ഹംസ് വരയ്ക്കുക. നമുക്ക് ഈ ഒരു ഹംസ് ഏത് രീതിയിലും വരയ്ക്കാൻ കഴിയും. ഏത് സൈസിലും ചെറുതും വലുതും ഒക്കെ ആയിട്ട് നമുക്ക് ഹംസ് വരച്ചെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹംസ് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇനി നമുക്ക് ഹംസും ഡോട്ട്സും കൂടി വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ലൈന് വരച്ച് ഹംസ് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഡോട്ട്സ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ ഹംസ് വരച്ചതിന് ശേഷം ഇതാ ഇതുപോലെ ഡോട്ട്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ. ഇതുപോലെയാണ് ഹംസും ഡോട്ട്സും വരയ്ക്കട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ ഡോട്ട്സ് വരച്ചില്ല. അപ്പോൾ അത് നമ്മളുടെ വേവി ലൈൻ ഉണ്ടല്ലോ, വേവി ലൈനിലൊന്ന് ഡോട്ട്സ് വരച്ച് നോക്കാം കേട്ടോ. ഇത് ഡോട്ട്സിൻ്റെ കൂടെ ചെയ്യേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്ററിലെത്തുമ്പോൾ ഒന്ന് ഡോട്ട് വലുതാക്കി കൊടുക്കുക, ബാക്കിയൊക്കെ ചെറുതാക്കിയിട്ട്. നമ്മൾ വേവി ലൈനിലാണ് ഇത് കൊടുക്കുന്നത് കണ്ടോ. ഈ സെൻറ്ററിലെത്തുമ്പോൾ ഡോട്ട്സ് വലുതാക്കി കൊടുക്കുക, പിന്നെ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ കൊണ്ടുവരിക. കണ്ടില്ലേ. ഇതുപോലെ നമുക്ക് ഡിസൈൻ വരയ്ക്കാൻ കഴിയും ഡോട്ട്സ് വെച്ചിട്ട്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ നേരെ ഇങ്ങനെ ലൈന് വരച്ചിട്ട്, ഇത് നമ്മൾ സാധാരണ വരയ്ക്കുന്നത് ഫിംഗറിലൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് ഇതിലും ഡോട്ട്സ് വരച്ച് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയോളൂ. ഇത് നമ്മൾ ഈ ഡോട്ട്സ് പറഞ്ഞപ്പോൾ പറയേണ്ടതായിരുന്നു, ഞാൻ ഒന്ന് വിട്ടുപോയതാട്ടോ. അതപ്പോഴാണ് ഈ ഹംസിൻ്റെ താഴെ പറയുന്നത്. കണ്ടില്ലേ. ഡോട്ട്സ് ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ഡോട്ട് നേരെ ഇതിൻ്റെ താഴെ നിന്നും കൊടുക്കുക. കണ്ടില്ലേ. ഇതുപോലെയാണ് നമ്മൾ ഫിംഗറിലൊക്കെ ഡോട്ട്സ് കൊടുക്കുന്നത്. കണ്ടില്ലേ. ഇത് ഫിംഗറിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫിംഗർ വരച്ചതിന് ശേഷം അതിലൊന്ന് ഇടുന്നത് കാണിക്കാം. കണ്ടില്ലേ. ഇതുപോലെ വരച്ചിട്ട് ഇനി നമുക്കിതിൽ ഈ ഒരു ഡോട്ട്സിനെ എങ്ങനെ വരച്ച് കൊടുക്കുന്നതെന്ന് നോക്കാം.
കണ്ടില്ലേ, ഇതുപോലെയാണ് ഡോട്ട്സ് വരയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് ഹംസ് വരച്ച് നോക്കാം. റൗണ്ട് ഷേപ്പ് ഇട്ടതിന് ശേഷം നമുക്കതിലൊന്ന് ഹംസ് വരച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് റൗണ്ടിലും സ്ക്വയറിലും അങ്ങനെ പല ഇതിലും ഹംസ് വരയ്ക്കേണ്ടതായിട്ട് വരും കേട്ടോ മെഹന്തി ഇടുന്ന സമയത്ത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ റൗണ്ട് ഷേപ്പിലും അതുപോലെ തന്നെ സ്ക്വയറിലൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. സ്ക്വയർ വരയ്ക്കുന്നത് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുപോലെ സ്ക്വയർ വരച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഹംസിനെ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ വന്ന് ഈ ഒരു കോർണറിൽ എത്തുന്ന സമയത്ത് നമുക്കിതൊന്ന് ചെരിച്ചിട്ട് ഹംസ് ഇട്ട് കൊടുക്കണം കേട്ടോ. നേരെ ഇട്ട് കൊടുക്കാതെ ഒന്ന് ചെരിച്ച് കൊടുക്കണ്ട. ഇതുപോലെയാണ് നമ്മൾ സ്ക്വയറിൽ ഹംസ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നത്? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റിലൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ സ്ക്വയറിലും റൗണ്ട് ഷേപ്പിലും ഫിംഗറിലും ഒക്കെ നമ്മൾ ഈ ഒരു ഹംസും ഡോട്ടൊക്കെ ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കിയില്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫ്രിൽസാണ് കേട്ടോ. ഫ്രിൽസിലും നമുക്ക് ആദ്യം വരയ്ക്കേണ്ടത് ലൈന് തന്നെയാണ്. ലൈന് വരച്ചതിന് ശേഷം നമുക്ക് ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. ഫ്രിൽസ് എന്ന് പറയുമ്പോൾ ഹംസ് തന്നെ കുറച്ച് വീതി കൂടിയിട്ടുള്ളതാണ് ഫ്രിൽസ്. കണ്ടോ, ഇതിൽ ഇങ്ങനെയാണ് ഫ്രിൽസ് വരയ്ക്കുക. അപ്പോൾ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇടവിട്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾ ഫ്രിൽസ് വരയ്ക്കുന്നത്. ഇത് നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ച് നോക്കാം കേട്ടോ. റൗണ്ട് ഷേപ്പിൽ വരയ്ക്കുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊണ്ട് വേണം വരയ്ക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രിൽസുകൾ ഗ്യാപ്പ് കറക്റ്റായിട്ട് കിട്ടൂല. അതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ ഫില്ല് ചെയ്തുകൊണ്ട് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതൊരു ഷേപ്പിലും ഈ ഒരു ഫ്രിൽസിനെ വരച്ച് കൊടുക്കാം. അപ്പോൾ ഡോട്ട്സും ഹംസും ഫ്രിൽസും മനസ്സിലായില്ലേ. ഇനി നമുക്ക് ഹംസ് ആൻഡ് ഫ്രിൽസ് ഒന്ന് വരച്ച് നോക്കാം കേട്ടോ. ആദ്യം ഹംസ് വരച്ചിട്ട് അതിന് മുകളിൽ ഫ്രിൽസ്, അങ്ങനെയാണ് വരയ്ക്കുന്നത്. അതും കൂടെ എങ്ങനെ നിന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഹംസ് ആൻഡ് ഫ്രില്ല് വരയ്ക്കുമ്പോഴും നമ്മൾ ആദ്യം ലൈൻ തന്നെയാണ് വരച്ച് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഹംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹംസിൻ്റെ മുകളിലായിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഫ്രിൽസ് വരച്ച് കൊടുക്കണം. ശേഷം നമ്മൾ തൊട്ട് മുകളിലൊരു ലൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ല, അതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഭാഗമാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഹംസ് ആൻഡ് ഫ്രിൽസ് വരയ്ക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് ഡോട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും നോക്കിയത് ഡോട്ട്സും ഹംസും ഫ്രിൽസും, ഹംസ് ആൻഡ് ഫ്രിൽസും. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഇതുപോലെയുള്ള OHP ഷീറ്റും ഒരു A4 ഒരു കോണും മാത്രം മതി നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്കിത് ഫീസൊന്നും ഇല്ലാതെ എൻ്റെ കൂടെ പഠിക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കി? ഡോട്ട്സ് നോക്കി, ഹംസ് നോക്കി, ഫ്രിൽസ് നോക്കി, ഹംസ് ആൻഡ് ഫ്രിൽസ് നോക്കി, ഇതൊക്കെ ഇന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.